ചാരവൃത്തിക്ക് പിടിയിലായ വ്ളോഗർ ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനത്തിൽ ബിജെപിയെ വെട്ടിലാക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന യാത്രയിൽ ജ്യോതി മൽഹോത്ര പങ്കെടുത്തതിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ദിവസമാണ് ജ്യോതി മൽഹോത്ര യാത്ര ചെയ്തത്. ഉദ്ഘാടന യാത്രയിൽ അന്നത്തെ കേന്ദ്രമന്ത്രി വി മുരളീധരനോടൊപ്പം ജ്യോതി മൽഹോത്രയും ഉണ്ടായിരുന്നു. വിഷയത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ബിജെപി പ്രചാരണം ശക്തമാക്കുന്നതിനിടെയാണ് വന്ദേ ഭാരതിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. Thank you so much, sir. Ye new Vande Bharat. How this train is very important for us. How it will be helpful to Kerala state as well. See, train travel become more enjoyable. You can see the new coach that has come. Vande Bharat trains coach has a facility that people can, especially tourists can travel in train and enjoy the picturesque landscape of India. Few words in your language, please, sir. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. രാജ്യം വികസിത ഭാരതമായിട്ട് മാറുന്നതിന്റെ ഭാഗമായി കേരളവും ആ പ്രയാണത്തിന്റെ ഭാഗമായി മാറുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഈ വന്ദേ ഭാരത്. Thank you so much, sir. വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, കേരള ടൂറിസത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ജ്യോതി മൽഹോത്ര കേരളത്തിൽ എത്തിയത്, ദൃശ്യങ്ങൾ പകർത്തിയത്, വ്ലോഗുകൾ ചെയ്തതെല്ലാം വലിയ വിവാദമായി നിലനിൽക്കുന്ന സാഹചര്യം. ബിജെപി ദേശീയ തലത്തിൽ ഈ വിഷയത്തെ ചർച്ചയാക്കുന്ന സാഹചര്യത്തിൽ ആണ് വി മുരളീധരനോടൊപ്പം ജ്യോതി മൽഹോത്ര വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ദിവസം യാത്ര ചെയ്തതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തുവരുന്നത്. ബിജെപിയെ വെട്ടിലാക്കിയിരിക്കുകയാണോ ഈ ദൃശ്യങ്ങൾ? തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന്റെ ടൂറിസം വകുപ്പിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ജ്യോതി മൽഹോത്രയെ കൊണ്ടുവന്നതാണ് ബിജെപി വലിയ വിവാദമാക്കിയത്. എന്നാൽ പ്രതിപക്ഷം അതിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തിയില്ല. പക്ഷേ ബിജെപി ശക്തമായ വിമർശനം മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ വ്യക്തിപരമായ അടക്കം ഉയർത്തിയിരുന്നു. സർക്കാർ ടൂറിസം വകുപ്പ് ഇവരെ കൊണ്ടുവന്ന് അറിഞ്ഞുകൊണ്ടാണോ എന്ന സംശയവുമായി ചില PVN നേതാക്കളും രംഗത്ത് വന്നിരുന്നു. ഏതായാലും ഇന്ന് ആദ്യം പുറത്തു വന്ന ആ ദൃശ്യം വാഗാ അതിർത്തി കടന്ന് ജ്യോതി മൽഹോത്ര പാകിസ്ഥാനിലേക്ക് പോകുന്ന ദൃശ്യമാണ്. അതിലവർ പറയുന്നുണ്ട് BJP ഹരിയാന BJP എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് അവർ വാഗാ അതിർത്തി കടന്ന് പോകുന്നത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാനത്തെ BJP നേതൃത്വത്തെ കൂടി വെട്ടിലാക്കുന്ന ദൃശ്യങ്ങളാണ്. BJPയുടെ പ്രധാനപ്പെട്ട നേതാവ്, ദേശീയ നേതാവ് കൂടിയായ വി മുരളീധരൻ ജ്യോതി മൽഹോത്രയുടെ അഭിമുഖത്തിൽ പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ വന്ദേ ഭാരത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ രണ്ടാമത് കേരളത്തിൽ അനുവദിച്ച വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യ ഓട്ടത്തിലാണ് ജ്യോതി മൽഹോത്രയും ഭാഗമാകുന്നത്. അതിൽ ആ ഓട്ടത്തിനിടയിലാണ് സാഫ്രോൺ എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ അതിന്റെ വന്ദേ ഭാരതിന്റെ വിശദാംശങ്ങൾ, അതിന്റെ പ്രത്യേകതകളൊക്കെ വിശദമാക്കിയ ശേഷം BJPയുടെ നേതാവ് കൂടിയായ ആ എക്സ്പ്രസിൽ വന്ദേ ഭാരതിൽ യാത്ര ചെയ്ത വി മുരളീധരനുമായി അവർ സംസാരിക്കുന്നത് ഈ വന്ദേ ഭാരതിന്റെയും അത് കേരളത്തിന്റെ റെയിൽ ഗതാഗതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ച് ഇംഗ്ലീഷിൽ ആദ്യം വിശദീകരിക്കുന്നു. അതിനുശേഷം മലയാളത്തിലും അതിനെക്കുറിച്ച് മുരളീധരൻ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ വി മുരളീധരനും BJPയും കൂടി പ്രതിരോധത്തിലാകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ഇത് BJPക്കെതിരെ CPM കേന്ദ്രങ്ങൾ ഇതിനകം തന്നെ ആയുധമാക്കിയിട്ടുണ്ട്. അവരെ തന്നെ നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ തന്നെ ആ രീതിയിൽ ഇതിനകം CPM സൈബർ ഇടങ്ങൾ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു ദൃശ്യം കൂടി പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉള്ളത്, ഈ സംസ്ഥാന ടൂറിസം വകുപ്പ് ജ്യോതി മൽഹോത്രയെ കൊണ്ടുവന്നത് വലിയ വിവാദമായി മാറുകയും അത് സംസ്ഥാനത്തെ ടൂറിസത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് വളരുമെന്ന ആശങ്ക സംസ്ഥാന സർക്കാർ ഉണ്ടായിട്ടുമുണ്ട്. അതാണ് രാവിലെ ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്. മറ്റു വിമർശങ്ങളായിക്കോട്ടെ, പക്ഷേ ടൂറിസം രംഗത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് ആ വിവാദങ്ങൾ വളരുന്നത്. കഴിഞ്ഞ ദിവസം നമുക്ക് ദേശീയ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായിരുന്നു കേരളത്തിന്റെ ഈ ഉദ്ഘാടന ചടങ്ങിൽ ടൂറിസത്തിന്റെ പ്രചരണത്തിനായി ജ്യോതി മൽഹോത്ര വന്നത്. അത് ഒരു കാരണവശാലും ടൂറിസത്തെ തകർക്കുന്നതിലേക്ക് പോകുന്ന അഭ്യർത്ഥനയാണ് ഇന്ന് രാവിലെ മുഹമ്മദ് റിയാസ് നടത്തിയത്. പക്ഷെ ഇപ്പോൾ BJP നേതാവിനൊപ്പമുള്ള ജ്യോതി മൽഹോത്ര ദൃശ്യങ്ങൾ കൂടി പുറത്തു വരികയാണ്. തീർച്ചയായും അവിടെ അരുണി സൂചിപ്പിക്കുന്ന പോലെ, അതായത് കേരളത്തിലേക്ക് ജ്യോതി മൽഹോത്രയെ ക്ഷണിക്കുമ്പോൾ BJPയുടെ വക്താക്കൾ ഉൾപ്പെടെ വലിയ വിമർശനമാണ് അതിനുന്നയിക്കുന്നത്. ഭാരതാംബയെ പുറത്താക്കുന്നവർ ആണ് ജ്യോതി മൽഹോത്രയെ പോലുള്ളവർക്ക് ചുവപ്പ് പരവതാനി വിരിച്ചു നൽകിയത് എന്ന വിമർശനമടക്കം ഉന്നയിക്കുന്നു. അതായത് ബോധപൂർവമായി രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ കേരളത്തിലേക്ക് ക്ഷണിച്ചു. അതാണ് BJPയുടെ ഒരു നരേഷൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു നരേഷൻ നിൽക്കുമ്പോൾ തന്നെയാണ് ഇതേ ജ്യോതി മൽഹോത്ര
വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടന ദിവസം അത് അഭിമാനം എന്ന തലത്തിൽ അത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ക്രെഡിറ്റായി അവകാശപ്പെട്ട ഒന്നാണല്ലോ. അപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു, കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരനുമായി സംസാരിക്കുന്നു. അപ്പോൾ BJPയുടെ ആരോപണങ്ങളുടെ ഒടിക്കുന്ന ഒന്നായി കൂടി ഇത് മാറുകയല്ലേ? തീർച്ചയായിട്ടും നേരത്തെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസും CP നേതാക്കളും ഒക്കെ വ്യക്തമാക്കിയത് ടൂറിസം വകുപ്പിന്റെ പ്രൊമോഷനായി ഇത്തരത്തിൽ നിരവധി ഇൻഫ്ലുവൻസർമാരെയും അതുപോലെ ബ്ലോഗർമാരെയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു ഏജൻസിയാണ് അത്തരം ആളുകളെ ഈ രീതിയിൽ സ്വാധീനമുള്ള സാമൂഹിക മാധ്യമ രംഗത്ത് സ്വാധീനമുള്ള ആളുകളെ സെലക്ട് ചെയ്ത് നൽകിയത്. അത് നേരത്തെയും അത്തരത്തിലുള്ള ആളുകൾ വന്നു പോയിട്ടുണ്ട്, നിരവധി പേർ. അതിൽ ഒരാൾക്ക് പിന്നീട് ഈ ചാരപ്രവൃത്തിയുമായിട്ടുള്ള ബന്ധം ആരോപിക്കപ്പെടുകയായിരുന്നു, അല്ലെങ്കിൽ അവരിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജയിലിലാണ്. അത്തരം ഒരാൾ വന്നത് എങ്ങനെയാണ് സർക്കാരിന്റെ വീഴ്ചയാകുന്ന ചോദ്യമാണ് സർക്കാർ കേന്ദ്രങ്ങൾ, CPM കേന്ദ്രങ്ങൾ മുന്നോട്ട് വെച്ചത്. പക്ഷേ BJP അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആദ്യം K. സുരേന്ദ്രൻ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ് ഇത് വിവാദം തുടങ്ങി വെച്ചത്. അതിനുശേഷം മറ്റു നേതാക്കളും ഇത് ഏറ്റെടുക്കുകയായിരുന്നു. ബോധപൂർവം ഇത്തരം ഒരാളെ കൊണ്ടുവരികയായിരുന്നു സംസ്ഥാന സർക്കാർ എന്ന ചോദ്യമാണ് BJP കേന്ദ്രങ്ങൾ ഉന്നയിച്ചത്. പ്രതിപക്ഷ നേതാവ് ഇന്ന് കുറച്ചുകൂടി പക്വതയോടുള്ള പ്രതികരണം നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ പല ആളുകളും വന്നുപോകാം, അവർ ചാരവൃത്തി ചെയ്യുന്ന ആളാണെന്ന് അറിഞ്ഞുകൊണ്ടൊരു കാരണവശാലും സർക്കാർ കൊണ്ടുവരില്ലല്ലോ, അതിന് സർക്കാർ വിമർശിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസിൽ തന്നെ ഇതിൽ രണ്ടഭിപ്രായമുണ്ടെന്ന് വ്യക്തമാക്കുന്ന പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ, പാലക്കാട് MLA കൂടിയ രാഹുൽ മാങ്കൂട്ടത്തിൽ CPMനെയും മന്ത്രിയും വിമർശിച്ച് ഈ വിഷയത്തിൽ ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് കൊച്ചിയിൽ. അദ്ദേഹം ഈ ടൂറിസം വകുപ്പിന് ബന്ധമില്ല എന്ന് ആദ്യം പറഞ്ഞ പിന്നീട് എന്തുകൊണ്ട് മാറ്റി പറഞ്ഞു, ഇപ്പോൾ അത് എന്തിന് കള്ളം പറയുന്നു എന്ന ചോദ്യവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വരുന്നുണ്ട്. ജ്യോതി മൽഹോത്ര സന്ദർശനം ചാരവൃത്തി നടത്തിയ വ്യക്തിയുമായി ടൂറിസം വകുപ്പ് എന്ത് ബന്ധമെന്ന് വ്യക്തമാക്കണം. ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവ് തള്ളിപ്പറഞ്ഞൊരു വിഷയമാണത്. സർക്കാരിനെ കുറ്റപ്പെടുത്തില്ല, മന്ത്രിയെ കുറ്റപ്പെടുത്തില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയ വിഷയത്തിലാണ് ഇപ്പോൾ ഒരു വ്യത്യസ്ത അഭിപ്രായം കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്ത്, യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാകുന്നത്. ഇപ്പോൾ CPI നേതാവ് ശ്രീ അനിൽകുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അനിൽകുമാർ, കേരളത്തിലേക്ക് ജ്യോതി മൽഹോത്രയെ ബോധപൂർവം ക്ഷണിച്ചതാണ് എന്നുള്ളതാണ് BJP നേതാക്കളുടെ ആരോപണം. ഇവിടെ വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടന ദിവസം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജ്യോതി മൽഹോത്ര യാത്ര ചെയ്യുന്നു. ആ യാത്രക്കിടയിൽ അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരനുമായി സംവദിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടുന്നു. ആ പ്രതികരണത്തിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുമ്പോൾ BJP ബോധപൂർവമായി തന്നെ ജ്യോതി മൽഹോത്രയെ കൊണ്ടുവന്നതാണോ എന്ന മറുചോദ്യം CPIM ചോദിക്കുന്നുണ്ടോ? അല്ല, ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്നു, കേരളത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞു. അത് ബ്ലോഗർ എന്ന നിലയ്ക്ക് അവരുടെ ഈ പ്രചരണം കേരളത്തിലെ ഗുണകരമായി എന്നുള്ളത് തന്നെയാണ് ടൂറിസം വകുപ്പും കേരള സർക്കാരും കാണുന്നത്. ജ്യോതി മൽഹോത്ര എന്ന വ്യക്തിയുടെ എന്തെങ്കിലും വൈശിഷ്ട്യം കണ്ടുകൊണ്ടല്ല, ഒരു ബ്ലോഗർക്ക് എത്രത്തോളം ജനസ്വാധീനമുണ്ട്, അതുകൊണ്ട് അത്തരം ജനസ്വാധീനമുള്ള ബ്ലോഗർമാരിലൂടെ കേരളത്തിന്റെ നന്മകളെ ലോകത്ത് അറിയിക്കുക. ടൂറിസത്തിന്റെ ഭൂപടത്തിലേക്ക് കേരളം ഉയർന്നത് അറിയിക്കുന്ന വഴി ലോകത്ത് വിനോദസഞ്ചാരികൾ കേരളത്തിലേക്ക് എത്തുക. നവമാധ്യമങ്ങളിൽ സെർച്ച് ചെയ്യുന്നവർക്ക് കേരളത്തിന്റെ ഓരോ ഇടങ്ങളും പരിചയപ്പെടുത്തുന്ന ബ്ലോഗർമാർ ധാരാളമായി ഇവിടെ വരാറുണ്ട്. അവർക്ക് പ്രോത്സാഹനജനകമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇത്തരമൊരു കാര്യം ഉണ്ടായപ്പോൾ തന്നെ ഈ ചാരപ്രവർത്തനം നടത്താൻ തന്നെയാണ് കേരളത്തിൽ ഇത്തരമൊരാളെയുമായി വന്നത് എന്ന ദുരാരോപണമാണ് BJP ഉയർത്തിയത്. ആ ആരോപണം ഉന്നയിച്ചവർക്ക് തന്നെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ആരോടൊപ്പമാണ് അവർ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോയിട്ടുള്ളത്. ആ കേന്ദ്രമന്ത്രിക്ക് ഈ വ്യക്തിയെ മനസ്സിലാക്കാനായില്ലേ? ആ കേന്ദ്രമന്ത്രിക്ക് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിൽ NIA എന്തുകൊണ്ട് പരാജയപ്പെട്ടു? കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് പരാജയപ്പെട്ടു? അതല്ല, അപ്രകാരം അറിയിപ്പ് കിട്ടിയിട്ടും കേന്ദ്രമന്ത്രി അവരോടൊപ്പം കഴിയാൻ തയ്യാറായതാണോ? തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾക്ക് BJP ഉത്തരം പറയേണ്ട തരത്തിലേക്കാണ് ഈ സംഭവം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ CPMO സംസ്ഥാന സർക്കാരോ ഏതെങ്കിലും പ്രത്യേകിച്ചൊരു നിലപാട് എടുക്കേണ്ടതില്ല. BJP എടുത്തിട്ടുള്ള നിലപാട് അവർക്ക് തന്നെ എന്താണ് തിരിച്ചടിയായതിന്റെ പശ്ചാത്തലത്തിൽ അവരാണ് ഇനി എല്ലാ കാര്യങ്ങളും വിശദീകരിക്കേണ്ടത്. ഒരുപക്ഷെ ശ്രീ അനിൽകുമാർ, ഇതിപ്പോൾ ജ്യോതിയെ ക്ഷണിച്ചിട്ട് വന്നതാണോ, സർക്കാരിൻ്റെ ക്ഷണപ്രകാരം എത്തിയതാണോ, അല്ലെങ്കിൽ ഈ പ്രൊമോഷൻ പരിപാടികളുടെ ഭാഗമായി എത്തിയതാണോ, ഇതിലൊന്നും വ്യക്തതയില്ല. എങ്കിൽ പോലും 2023 ആണ് ഈ വന്ദേ ഭാരത് സർവീസ് കേരളത്തിൽ ആരംഭിച്ചത്. 2024 ജനുവരിയിലാണല്ലോ കേരള സർക്കാർ ജ്യോതിയെ ഈ പ്രൊമോഷൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനു മുമ്പ് നടന്നിട്ടുള്ള ഒരു ചടങ്ങാണിത്. ഈ ചടങ്ങിൽ ഉൾപ്പെടെ ജ്യോതി മൽഹോത്ര പങ്കെടുക്കുമ്പോൾ അവർക്ക് തെറ്റായൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നുവെങ്കിൽ, അവർ സംശയത്തിൻ്റെ നിഴലിൽ ആയിരുന്നുവെങ്കിൽ
അത്രമേൽ VVIPകൾ പങ്കെടുത്ത ആ ചടങ്ങിൽ അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടാകേണ്ടതല്ലേ? അത്തരം വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ കേന്ദ്ര ഇന്റലിജൻസ് പരാജയപ്പെട്ടു എന്നല്ലേ അതിനർത്ഥം? നമ്മളെ സംബന്ധിച്ച് ജ്യോതി മൽഹോത്ര എപ്പോഴാണ് ചാരവൃത്തി നടത്തിയത്, ഏത് ഘട്ടത്തിലാണ് എന്നൊന്നും വ്യക്തമല്ല. അവർ കേരളത്തിൽ സഞ്ചരിക്കുകയും കേരളത്തെക്കുറിച്ച് നല്ലത് പറയുകയും ചെയ്തു. അത് സംസ്ഥാന സർക്കാർ പാനൽ ചെയ്തു എന്നൊക്കെ പറയുന്ന വസ്തുതാവിരുദ്ധമാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയെന്നും പരിശോധിക്കുന്നത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇത്തരം കാര്യങ്ങൾ നമ്മൾ എപ്പോഴും കൈകാര്യം ചെയ്യുന്നത് ഈ മേഖലയിൽ ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾ ഇത്തരം ആളുകളെ പ്രചോദിപ്പിച്ചുകൊണ്ട് വരും.